US വ്യാപാര കരാറുമായി വളരെ അടുത്തുവെന്ന് പാകിസ്ഥാൻ. എന്നാൽ അമേരിക്ക മൗനം പാലിച്ചിരിക്കുകയാണ്. ട്രംപിന്റെ ഇരട്ട നിലപാട് സ്വീകരിക്കുന്ന നയത്തിന് മറ്റൊരു ഉദാഹരണമായി ഇതിനെ കാണാമെന്നാണ് പലരും വ്യക്തമാക്കുന്നത്. കാര്യത്തോടടുക്കുമ്പോൾ ട്രംപ് നിലപാടുകളിൽ നിന്നും വ്യതിചലിക്കും. എന്നാൽ അമേരിക്കയുമായി ദീർഘകാലമായി കാത്തിരുന്ന വ്യാപാര കരാർ ഒപ്പിടുന്നതിന്റെ വക്കീലാണെന്ന് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ധാർ വെള്ളിയാഴ്ച പറഞ്ഞത്. എന്നാൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർ അതിനുവേണ്ടിയുള്ള സമയപരിധി വാഗ്ദാനം ചെയ്തിട്ടില്ല. US-മായി ഒരു കരാർ അന്തിമമാക്കുന്നതിന് ഞങ്ങൾ വളരെ അടുത്താണെന്ന് ഞാൻ കരുതുന്നു. വാഷിംഗ്ടണിലെ അറ്റ്ലാന്റിക് കൗൺസിലിലെ സദസ്സിനോട് ധാർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ ടീമുകൾ ഇവിടെയുണ്ട്, ചർച്ച ചെയ്യുന്നു, വെർച്വൽ മീറ്റിംഗുകൾ നടത്തുന്നു. ഇപ്പോൾ മെച്ചപ്പെടുത്താൻ പ്രധാനമന്ത്രി ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മാസങ്ങളാകില്ല, ആഴ്ചകൾ പോലും ആകില്ല, ദിവസങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം ആത്മവിശ്വാസത്തോടെയാണ് കൂട്ടിച്ചേർത്തത്. ധാറിന്റെ ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നിട്ടും US പക്ഷം കൂടുതൽ ജാഗ്രതയോടെയാണ് സംസാരിച്ചത്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായുള്ള ധാറിന്റെ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വായനാക്കുറിപ്പിൽ വ്യാപാരം, നിർണായക ധാതുക്കൾ, ഖനനം എന്നിവയെക്കുറിച്ചുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഊന്നി പറഞ്ഞിരുന്നു. എന്നാൽ ആസന്നമായ ഒരു കരാറിനെ കുറിച്ചോ നിർദ്ദിഷ്ട സമയപരിധിയെക്കുറിച്ചോ അതിൽ പരാമർശിച്ചില്ല. പ്രാദേശിക സ്ഥിരതയെയും സാമ്പത്തിക പങ്കാളിത്തത്തെയും കുറിച്ച് ധാറുമായുള്ള ഉൽപാദനക്ഷമമായ ചർച്ചകൾ പരാമർശിച്ചുകൊണ്ട് എക്സിൽ റൂബിയോ മീറ്റിംഗിനെ കുറിച്ച് പോസ്റ്റ് ചെയ്തു. എന്നാൽ അതുപോലെ വരാനിരിക്കുന്ന കരാറിനെ കുറിച്ചുള്ള ഒരു പരാമർശവും അദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഉന്നതതല രാഷ്ട്രീയ പിന്തുണ ഇതിനകം നിലവിലുണ്ടെന്ന് ധാർ സൂചന നൽകി. ഇന്ത്യയുമായുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കുന്നതിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സെക്രട്ടറി റൂബിയോയും വഹിച്ച നിർണായക പങ്കിനെ പാകിസ്ഥാൻ വിലമതിക്കുന്നുവെന്ന് പറഞ്ഞ അദ്ദേഹം US നേതാക്കളുടെ പങ്കിനെ പ്രശംസിച്ചു. മെയ് 10 വാഷിംഗ്ടൺ ഇരുപക്ഷവുമായും ചർച്ചകൾ നടത്തിയതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിച്ച ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന്റെ ക്രെഡിറ്റ് ട്രംപ് ആവർത്തിച്ച് ഏറ്റെടുത്തിട്ടുണ്ട്. തന്റെ ഇടപെടലിന്റെയും വ്യാപാര ഭീഷണികളുടെയും ഫലമായാണ് വെടിനിർത്തൽ ഉണ്ടായതെന്ന ട്രംപിന്റെ വാദങ്ങളെ ഇന്ത്യ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അമേരിക്ക മൗനം പാലിക്കുന്നതിലും ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇന്ത്യയെ ഭയന്നുള്ള മൗനമാണോ ഇതെന്നും വാദങ്ങൾ ഉന്നയിക്കുന്നവരുമുണ്ട്. മാത്രമല്ല, ഇപ്പോൾ മൗനം പാലിച്ചു നിന്നിട്ട് രഹസ്യമായി പാകിസ്ഥാനുമായി ബന്ധം സ്ഥാപിക്കാനുള്ള നീക്കവും തള്ളിക്കളയുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏത് ശത്രുവിനെയും നേരിടാനുള്ള കരുത്തുമായി മുന്നോട്ട് പോവുകയാണ്. നരേന്ദ്രമോദി എന്ന നേതാവിന്റെ കരുത്തുകൊണ്ടാണ് ഇന്ത്യ ഇത്രയധികം ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ലോക നേതാക്കളുടെ ഡെമോക്രാറ്റിക് ലീഡർ അപ്രൂവൽ റേറ്റിംഗുകളുടെ പട്ടികയിൽ ഒന്നാമനായിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 75% വോട്ട് നേടിയാണ് മോദി പട്ടികയിൽ ഒന്നാമതെത്തിയത്. അദ്ദേഹം ജനങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കുകയും അവരുടെ വിശ്വാസം ആസ്വദിക്കുകയും ചെയ്യുന്നത് തുടരുകയാണെന്ന് US ബിസിനസ് ഇന്റലിജൻസ് കമ്പനിയായ മോർണിംഗ് കൺസൾട്ടൻസ് വെള്ളിയാഴ്ച പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ് 59% വോട്ടുകളുമായി രണ്ടാം സ്ഥാനത്തും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 45% താഴെ വോട്ടുകളുമായി 8ാം സ്ഥാനത്തും ഇടം നേടി. രാജ്യത്തിനകത്തോ പുറത്തോ ഉള്ള ജനങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി മോദിയുടെ ആകർഷണീയതയെ മോർണിംഗ് കൺസൾട്ടൻസ് സർവേ ഫലങ്ങൾ കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്തു. കണക്കുകൾ കാണിക്കുന്നത് പോലെ സർവേയിൽ പങ്കെടുത്തവരിൽ 75% പേരും പ്രധാനമന്ത്രി മോദിയെ ഒരു ജനാധിപത്യ ലോക നേതാവായി അംഗീകരിച്ചു. അവരിൽ 7% പേർക്ക് തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. അതേസമയം 18% പേർ മറിച്ചാണ് ചിന്തിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.